നവാസ്, ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ല, ഇനി ആരാണ് ഭരണത്തിൽ വരിക? എൻ്റെ അഭിപ്രായത്തിൽ എത്ര സീറ്റ് UDF കിട്ടും, എത്ര സീറ്റ് LDF കിട്ടും? നമ്മളെ മലപ്പുറം ജില്ലത്തെ സീറ്റ് എത്രയാണ്? ഒന്ന് എൻ്റെ ഒരു പ്രവചനം എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു പ്രവചനം എന്ന് പറഞ്ഞാൽ UDF 84 മുതൽ 89 സീറ്റ് വരെ കിട്ടിയ അധികാരത്തിൽ വരും. അതിനിപ്പോ ഒരു വലിയ തരംഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ മാതിരി ഒരു 95 വരെ പോകും. അതുപോലെ മലപ്പുറത്ത് മസ്റ്റ് 14 കിട്ടും. 2 സീറ്റ് LDF കിട്ടാനേ ചാൻസ് ഉള്ളൂ. സീറ്റ് അത് ഏതാന്ന് ഞാൻ പറഞ്ഞില്ല. പൊന്നാനി ഒന്ന് കിടക്കുന്നുണ്ട്. പിന്നെ തവനൂരിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ UDF ഇപ്പൊ നല്ല ചാൻസ് ആണ്. VSTO അത്യാവശ്യം തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ 2 പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണത്തെ പോലെ KT ജലീലിനെ പിന്തുണച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ VSTO എന്ന് ജയിക്കുള്ളൂ. അത് എടപ്പാളും പുറത്തൂരുമാണ്. അതിൽ കഴിഞ്ഞ തവണ കാലടി പഞ്ചായത്തും KT ജലീലിന് അല്പം സ്വാധീനം കൊടുത്തിട്ടുണ്ട്. ഇത്തവണ അതിനൊരു ചാൻസ് കാണുന്നില്ല. പക്ഷെ KT ജലീലിന് മൃഗീയമായ ഭൂരിപക്ഷം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് എടപ്പാള്. അവസാന ലാപ്പിലുണ്ടെന്ന് 2 പഞ്ചായത്തിലൊന്ന്. അവിടെ ഒരു ആട്ടം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും VSTO തന്നെ ജയിക്കുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 2 സീറ്റിലുള്ളത് 1 സീറ്റായി കുറയും മലപ്പുറത്ത് LDF. അത് പൊന്നാനിയാണ്. പക്ഷെ പൊന്നാനിയിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അവിടെ നൗഷാദ് ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത്, നമ്മളെ കേരളത്തിൽ BJP എത്ര സീറ്റ് കൊടുക്കും? അവർക്ക് എത്രയും സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ? എൻ്റെ ഒരു ഇതിൽ BJP കിട്ടുകയാണെങ്കിൽ 1 സീറ്റേ കിട്ടുള്ളൂ മാക്സിമം. അത് നേമത്താണ്. കാരണം നേമത്ത് BJP ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം അവിടെ LDFന്റെ സ്ഥാനാർത്ഥി ദുർബലനാണ്. അപ്പൊ ചോദിക്കും മന്ത്രിയായ ആളല്ലേ, സീനിയർ ആയിട്ടുള്ള CPM നേതാവല്ലേ എന്ന്. അതൊക്കെ ശരിയാണ്. അദ്ദേഹത്തിന് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ പരിമിതികളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അയാളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഇന്ന് പുതിയ ആള് എല്ലാ വോട്ടർമാരും അതൊക്കെ നോക്കിയിട്ടേ ആളുകൾക്ക് വോട്ട് ചെയ്യുള്ളൂ. കൃത്യമായ LDFന്റെ വോട്ട് ആ പെട്ടിയിലാവാതിരിക്കാൻ ശിവൻകുട്ടിന്റെ അനാരോഗ്യം ഒരു കാരണമാണ്. പിന്നെ നവാസ്, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആരായിരിക്കും? എൻ്റെ ഒരു നിഗമനം പറഞ്ഞാൽ. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കാലവും ഒരുപാട് ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ്. പിന്നെ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആവാനാണ് ചാൻസ്. ആളുകളുടെ പൾസ് അറിഞ്ഞാണ് UDF മുഖ്യമന്ത്രിനെ നിർത്തുന്നത് എങ്കിൽ അത് VD സതീശൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് കുറെ പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളതിൽ ചൊല്ലിയിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ നേതാക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അത് അണികളും മാധ്യമങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആകാതിരിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന്, അതുപോലെ തന്നെ പാലോളി മുഹമ്മദ് കുട്ടി,